ഒരു ക്യാമ്പസ് പ്രണയം ഭാഗം 3. മഴ പെയ്തു തുടങ്ങിയതും കുടയെടുത്തു നിവർത്തി അവൾ അതിലൂടെ നടന്നു. കോളേജിലേക്ക് പോകുന്ന വഴി പോലെ തന്നെയായിരുന്നു ഹോസ്റ്റലിലേക്കുള്ള വഴിയും. രണ്ട് സൈഡിലും വലിയ മരങ്ങൾ നിറഞ്ഞിരുന്നു. കോളേജിന്റെ അടുത്ത് തന്നെയായിരുന്നു ഹോസ്റ്റൽ. അവൾ അവിടെ എത്തിയതും ചുറ്റുമൊന്ന് നോക്കി. 4 നിലം ബിൽഡിംഗ് ആയിരുന്നു അത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു ബോയ്സ് ഹോസ്റ്റലും. അവളുടെ ഹോസ്റ്റലിന് അത്യാവശ്യം പഴക്കമുള്ളതായി അവൾക്ക് തോന്നി. കണ്ടാലൊരു ഹൊറർ ഫീലൊക്കെ ഉണ്ട്. അവൾ പതിയെ അകത്തേക്ക് ചെന്നപ്പോൾ തന്നെ കണ്ടത് ഹോസ്റ്റൽ വാർഡനെയാണ്. അവർ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവളുടെ റൂം കാണിച്ചു കൊടുത്തു. 3-ാമത്തെ നിലയിലായിരുന്നു അവളുടെ റൂം. അവിടേക്ക് ചെന്നതും ഒരുപാട് സീനിയേഴ്സും ന്യൂ സ്റ്റുഡൻസും അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് 2-ാം നിലയിലെ വരാന്തയിൽ നിൽക്കുന്ന സ്നേഹ ചേച്ചിയെ അവൾ കണ്ടത്. അവൾ അവളെ കണ്ടതും അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ചേച്ചി, നിങ്ങൾ ഇവിടെയാണോ നിൽക്കുന്നേ? ഇതാര്? ഗൗരിയോ? നീയും ഇവിടെ തന്നെയാണോ? ആ ചേച്ചി വീട്ടിൽ നിന്ന് ഡെയിലി കോളേജിലേക്ക് വരാൻ ബുദ്ധിമുട്ടല്ലേ? അതാണ്. എന്തായാലും നന്നായി. ഞാൻ ആരുമില്ലല്ലോ എന്ന് കരുതി ടെൻഷൻ അടിച്ചു വന്നതാ. ഇനി ചേച്ചി ഉണ്ടല്ലോ, സമാധാനമായി. ആ, നീ എന്തായാലും ചെന്ന് റൂമൊക്കെ കണ്ടിട്ട് വാ. ഞാൻ ഇവിടെ തന്നെയുണ്ട്. അവൾ അവരോട് ബൈ പറഞ്ഞ് റൂമിലേക്ക് പോയി. അതിൻ്റെ മുകളിലെ നിലയിലായിരുന്നു അവളുടെ റൂം. അവിടെ ചെന്നതും അവിടെ അവളെ കൂടാതെ 3 പേർ കൂടി ഉണ്ടായിരുന്നു. അതാണ് അവളുടെ റൂംമേറ്റ്സ്. അത്യാവശ്യം വലിയ റൂമായിരുന്നു അത്. ഓരോരുത്തർക്കായി കിടക്കാൻ വേറെ വേറെ ബെഡും കട്ടിലും ഇട്ടിരുന്നു. അവൾ അവിടെ ചെന്നതും ബാഗ് താഴെ വെച്ച് എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവരവളെ കണ്ടതും സംസാരിക്കാനായി അവളുടെ അടുത്തേക്ക് വന്നു. ഹലോ ഡിയർ, എന്താ പേര്? അതിലൊരുവൾ അവളോട് ചോദിച്ചു. ഞാൻ ഗൗരി, നിങ്ങളുടെയോ? ഞാൻ അപ്സര. ഇവൾ ദിവ്യ, അത് കൃഷ്ണപ്രിയ. അപ്സര അവരെല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു. അവരെല്ലാം ആ കോളേജിൽ തന്നെ വേറെ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. സെയിം കോളേജിലാണെങ്കിലും അവൾ ഇപ്പോഴാണ് അവരെല്ലാം കാണുന്നത് തന്നെ. അവർ അവളെ അവളുടെ ബെഡെല്ലാം കാണിച്ചു കൊടുത്തു. അവൾ പോയി അവളുടെ സാധനങ്ങളെല്ലാം അവളുടെ ഷെൽഫിൽ അടക്കി വെച്ചു. വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക് പോയത് കൊണ്ട് അവൾ അന്ന് ഇടാനുള്ള ഡ്രസ്സും സാധനങ്ങളുമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നാളെ രാവിലെ അച്ഛൻ വന്ന് ബാക്കി സാധനങ്ങൾ കൊണ്ടുതരാമെന്നാണ് അവളോട് പറഞ്ഞത്. ബാ, നീ ലഞ്ച് കഴിച്ചില്ലല്ലോ? ഞങ്ങളും കഴിച്ചില്ലായിരുന്നു, ദിവ്യ അവളോട് പറഞ്ഞു. അങ്ങനെ അവർ 4 പേരും കൂടി ലഞ്ച് കഴിക്കാനായി മെസ് ഹാളിലോട്ട് പോയി. അവിടെ ചെന്നതും ഒരു നീണ്ട ക്യൂ ആണ് അവൾ കണ്ടത്. നേരത്തെ തന്നെ എല്ലാവരും അവിടെ ചെന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായി ബിരിയാണിയാണ് ഉണ്ടായിരുന്നത്. ആഴ്ചയിൽ 2 ദിവസം അവിടെ സ്പെഷ്യൽ ഫുഡുണ്ട്. കുറച്ചു നേരം ക്യൂ നിന്ന ശേഷം അവർ അത് വാങ്ങിച്ച് ഡൈനിങ് ടേബിളിലേക്ക് പോയി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. എങ്കിലും അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ അത്രയും വരില്ല, അവൾ മനസ്സിൽ ചിന്തിച്ചു. അവൾ പെട്ടെന്ന് അവളുടെ അമ്മയും അച്ഛനും അനുജത്തിമാരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് ഒന്ന് ഓർത്തുപോയി. ഫുഡെല്ലാം കഴിച്ച് അവർ റൂമിലേക്ക് വന്നു. അവർ അവൾക്ക് ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു. അപ്സര, ക്ലാസ്സുള്ള ദിവസങ്ങളിൽ 6 മണിക്ക് തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഡെയിലി റൊട്ടീൻസ് എല്ലാം കഴിയണം. 6:30 ഇവിടെ പ്രയറുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെന്നാൽ മതി. പിന്നെ 7:15 ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു തുടങ്ങും. നേരത്തെ ചെന്നില്ലെങ്കിൽ കുറേ നേരം അവിടെ തന്നെ നിൽക്കേണ്ടി വരും. ദിവ്യ, ആ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒരു 7:45 മുതൽ 8:30 വരെ പഠിക്കാനുള്ള ടൈമുണ്ട്. അത് മുകളിലത്തെ നിലയിലെ ഹാളിലിരുന്ന് പഠിക്കാം. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാണ് പഠിക്കുന്നത്. എല്ലാവർക്കും വേറെ വേറെ ടേബിളൊക്കെ ഉണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ ഒരു വാഷിംഗ് മെഷീനേ ഉള്ളൂ. പിന്നെ എല്ലാവരും കൂടി അതിൽ ചെന്ന് കയറും. അല്ലെങ്കിൽ പിന്നെ രാവിലെ തന്നെ പോകണം. പിന്നെ ഞങ്ങളൊക്കെ ജസ്റ്റ് ഊരിപ്പിഴിയാറേ ഉള്ളൂ. ടോയ്ലറ്റ് അങ്ങോട്ട്
കുറച്ച് പോണം. ആ പിന്നെ 9:30-ക്കല്ലേ ക്ലാസ്, അപ്പോൾ ഒരു 9:30-ക്ക് റെഡിയായി ഇറങ്ങിയാൽ മതിയല്ലോ. 9:15 എത്തും. കൂട്ടത്തിൽ കൃഷ്ണപ്രിയ മാത്രം കാര്യമായി ഒന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞാണ് അവൾക്ക് മനസ്സിലായത് ആള് കുറച്ച് സൈലന്റ് ആണ്, പാവമാണെന്ന്. അവർ അവളെ ഹോസ്റ്റൽ മുഴുവനും ചുറ്റി നടന്ന് കാണിച്ചു. അതിൽ മുകളിലത്തെ നിലയിൽ ഒരു റൂം മാത്രം അടച്ചിട്ടിരുന്നു. ഗൗരി, അതെന്താ ആ റൂം മാത്രം പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നത്? അപ്സര, അതാരും തുറക്കാറില്ല, അതൊക്കെ ഞങ്ങൾ പിന്നെ പറഞ്ഞു തരാം, ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു പേടിപ്പിച്ച് എന്ന് വേണ്ട, അവൾ പറഞ്ഞു. അത് കേട്ടതും അതറിയാനുള്ള ഗൗരിയുടെ ആകാംക്ഷ കൂടി. ഷോ, എന്താടാ കാര്യം? ദിവ്യ, പിന്നെ പറയാൻ കൊച്ചേ. അങ്ങനെ അവർ വീണ്ടും മുകളിലോട്ട് പോയി. അവർ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ സംസാരിച്ചു. അപ്സരയും ദിവ്യവും നല്ല റിച്ച് ഫാമിലിയിലെ ആയിരുന്നു. എന്നാൽ കൃഷ്ണ മാത്രം അവളെ പോലൊരു സാധാരണക്കാരിയായി അവൾക്ക് തോന്നി. കൃഷ്ണ അവളുടെ വീടും വീട്ടുകാരെയും പറ്റി പറഞ്ഞു. അച്ഛനും അമ്മയും ഒരനിയനും ആണ് അവൾക്കുള്ളത്. അച്ഛന് സുഖമില്ലായിരുന്നു, അമ്മയാണ് കുടുംബം നോക്കുന്നത്. അതെല്ലാം കേട്ടപ്പോൾ അവളോട് അവൾക്ക് വല്ലാത്തൊരു അടുപ്പമൊക്കെ തോന്നി. പെട്ടെന്നാണ് അവൾ ബെഡിൻ്റെ അടുത്തുള്ള ജനൽ കണ്ടത്. അവിടെ ചെന്ന് അവൾ അത് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് അതിൻ്റെ കുറച്ച് അപ്പുറത്തായി ഉള്ള ബോയ്സ് ഹോസ്റ്റലാണ്. ഗൗരി, അങ്ങോട്ട് എങ്ങനെയാ പോകുന്നേ? അപ്സര, അങ്ങോട്ട് ഗേൾസിനെ കയറ്റില്ല, ബോയ്സിനെ എങ്ങോട്ടേക്കും. ദിവ്യ, എന്തേ, അങ്ങോട്ടേക്ക് ചാടാൻ വല്ല ഉദ്ദേശമുണ്ടോ? അവൾ ഗൗരിയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഗൗരി, എൻ്റെ ദൈവമേ, അങ്ങോട്ടേക്ക് കയറണ കാര്യമല്ല ചോദിച്ചേ, അങ്ങോട്ട് പോകുന്ന വഴി എങ്ങനെയാന്നാ അവൾ ചുണ്ടുകുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവർ 3 പേരും ചിരിച്ചു. അങ്ങനെ അവർ സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും രാത്രിയാവാറായിരുന്നു. താഴെ പോയി ഡിന്നർ കഴിച്ചു. ചപ്പാത്തി ആയിരുന്നു. അതും കഴിച്ച് അവൾ വന്ന് കിടന്നു. അപ്പോഴേക്കും അവരെല്ലാം അത്യാവശ്യം കൂട്ടായിരുന്നു. അവൾ അവളുടെ വീട്ടിൽ തല വെച്ച് കിടന്നു. പെട്ടെന്ന് അവൾക്ക് അവളുടെ വീട്ടുകാരെ ഓർമ്മ വന്നു. ആദ്യമായാണ് അവൾ വീട്ടിൽ നിന്ന് ഇതുപോലെ മാറി നിൽക്കുന്നത്. പെട്ടെന്ന് അവൾക്ക് എന്തോ ഒരു സങ്കടം വന്നു. അപ്പോഴാണ് അവൾ അവളുടെ ഫോൺ എടുത്ത് നോക്കുന്നത്. വീട്ടിൽ നിന്ന് കുറച്ച് മുൻപ് അമ്മ വിളിച്ചിരുന്നു. അവൾ ഫോൺ എടുത്ത് തിരിച്ചു വിളിച്ചു. ഹലോ അമ്മേ, അമ്മ വിളിച്ചത് ഞാൻ കണ്ടില്ല, ഇപ്പോഴാണ് ഫോൺ എടുത്തേ. ആണോ മോളെ, ഇപ്പോൾ ഹോസ്റ്റലിലല്ലേ, അവിടെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അമ്മേ, കോളേജും ഹോസ്റ്റലും എല്ലാം അടിപൊളിയാണ്. ആ പിന്നെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയോ? ആ പിന്നല്ലാണ്ട്, കോളേജിലും കുറേ പേരെ കിട്ടി. ദാ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ഇവിടെയും കിട്ടി. ആണോ, അത് കൊള്ളാം. നീ കഴിച്ചായിരുന്നോ? എങ്ങനെയാ, അവിടുത്തെ ഭക്ഷണമൊക്കെ പിടിക്കുന്നുണ്ടോ? ആ കുഴപ്പമില്ല അമ്മേ, നിങ്ങളെല്ലാവരും കഴിച്ചോ? അമ്മുവും മീനും എന്തേ, അച്ഛൻ വന്നില്ലല്ലോ? ആ ഞങ്ങൾ കഴിച്ചു മോളെ, അവർ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അച്ഛൻ വന്നിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും. ആ മോളെ, അച്ഛൻ നാളെ വെളുപ്പിന് വരൂട്ടോ. പിന്നെ നിന്റെ എല്ലാ സാധനങ്ങളും അതിൽ വെച്ചിട്ടില്ലേ? ആ ഉണ്ട്, അതെല്ലാം മറക്കാതെ കൊടുത്തു വിടണേ. ആ പിന്നെ നിനക്കറിയാലോ, കാര്യങ്ങളൊക്കെ അലമ്പൊന്നും കാണിക്കരുത്. ഇല്ല അമ്മേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി, മോള് കിടന്നോ, നാളെ നേരത്തെ എണീക്കേണ്ടതല്ലേ. ആ ശരി അമ്മേ, ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് അമ്മ ഫോൺ കട്ട് ചെയ്തതും അവൾ നേരെ പോയി ബെഡിൽ കണ്ണുകൾ അടച്ചു കിടന്നു. അവൾക്കാണെങ്കിൽ ഇന്ന് അവിടെ നിന്ന് നേരത്തെ പോകുന്നത് കൊണ്ട് നല്ല ഉറക്കക്ഷീണമുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ഒന്നും മയങ്ങിപ്പോയി. പെട്ടെന്നാണ് ഏതോ ഒരു സുന്ദരമായ മുഖം അവളുടെ സ്വപ്നത്തിലേക്ക് വന്നത്. പെട്ടെന്ന് കണ്ണുകൾ തിരുമ്മിക്കൊണ്ടവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. കണ്ണു തുറന്നിട്ടും അവൾക്ക് ആ മുഖം മനസ്സിൽ നിന്ന് പോകുന്നതേ ഉണ്ടായിരുന്നില്ല. അവൾക്ക് ശരിക്കും എന്തോ വല്ലായ്മ തോന്നി. ഷോ, എനിക്കിത് എന്താ പറ്റിയേ? ഞാൻ എന്തിനാ അവനെ പറ്റി ചിന്തിക്കുന്നേ? പിന്നെയും അവൾ കണ്ണടച്ചു കിടന്നു. അപ്പോഴും അവളുടെ മനസ്സിലായി വന്നത് അവൻ്റെ മനോഹരമായ പുഞ്ചിരിയും അവൻ്റെ ആകർഷണീയമായ കണ്ണുകളുമാണ്. അവൾക്ക് ദേഷ്യം വന്നു. ഇതിപ്പോൾ വല്ലാത്ത കഷ്ടമായല്ലോ. ഷോ, ഇനിയിപ്പോൾ അവർ പറഞ്ഞ പോലെ എനിക്ക് അവനോട് ക്രഷ് അടിച്ചിട്ടുണ്ടാവുമോ? അത് ആലോചിച്ചതും അവൾക്കുള്ളിൽ എന്തോ ഒരു പേടി പോലെ തോന്നി.
പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്നവൾ അവളെ തന്നെ വിശ്വസിപ്പിച്ചു. ഷോ, അതൊക്കെ പോട്ടെ, എനിക്ക് ഇത്രയും ഫ്രണ്ട്സിനെ കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ സെയിം വൈബുള്ളവരെ തന്നെ കിട്ടിയല്ലോ. അതും ആലോചിച്ചവൾ വീണ്ടും ബെഡിലേക്ക് കിടന്നു. സമയം 11 മണിയായിരിക്കുന്നു. പെട്ടെന്നാണ് ഉറക്കം വന്ന് അവളുടെ കണ്ണുകൾ അടഞ്ഞത്. തുടരും.